എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ടെസ്റ്റ് മത്സരം തോറ്റെങ്കിലും രണ്ടാം ടെസ്റ്റ് മത്സരം തിരിച്ചുപിടിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ പോയി ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കുക എന്നത് അത്ര ചെറിയ കാര്യമല്ല. ഇന്ന് സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കൊരു എതിരാളി പോലും അല്ലായിരുന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി ബൌളിംഗിൽ എല്ലാ താരങ്ങളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ബൌളിംഗിന് അനുകൂലമായ പിച്ചിൽ ഇന്ത്യ നന്നായി തന്നെ കളിച്ചു. 7 വിക്കറ്റിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ത്യ ഇന്ന് നേടിയെടുത്തത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 2024 ആദ്യത്തെ വിജയമാണ് ഇന്ന് ടീം ഇന്ത്യ സ്വന്തമാക്കിയത്. ഈയൊരു ടെസ്റ്റ് മത്സരം എന്ത് വില കൊടുത്തും ജയിക്കണമെന്ന വാശിയോടെയാണ് ഞങ്ങൾ ഇന്ന് കളത്തിലിറങ്ങിയത്. ഞങ്ങൾക്ക് അതിന് സാധിക്കുകയും ചെയ്തു. ആദ്യ ഇന്നിംഗ്സിൽ സിറാജ് മിന്നിത്തിളങ്ങിയപ്പോൾ ബുംറ ഇന്ന് എന്നെ ഞെട്ടിച്ചുകളഞ്ഞു. സൗത്ത് ആഫ്രിക്കയിൽ പോയി അവരെ തോൽപ്പിക്കുക എന്നത് അത്ര ചെറിയ കാര്യമല്ല. ഇന്നത്തെ മത്സരം വിജയിച്ചതോടെ പരമ്പര സമനിലയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ കോഹ്ലിയുടെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. സൗത്ത് ആഫ്രിക്ക ബൌളിംഗ് പിച്ച് ഒരുക്കി കളി ജയിക്കാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ത്യയ്ക്കു വേണ്ടി എല്ലാ താരങ്ങളും ഇന്ന് മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. ഇന്നത്തെ വിജയം ഞാൻ സഞ്ജുവിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം അവൻ കൂടെ ടെസ്റ്റ് ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ ടെസ്റ്റ് ഇന്ത്യ ഈസിയായി വിജയിച്ചേനെ. എന്തായാലും വരുന്ന മത്സരങ്ങളിൽ ഇതിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് രോഹിത് വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ പോയി അവരെ തോൽപ്പിച്ച് റെക്കോർഡ് വിജയം തന്നെയാണ് ഇന്ത്യ ഇന്ന് സ്വന്തമാക്കിയത്. ഇന്ത്യയ്ക്ക് മുന്നിൽ ഇന്ന് സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ മുട്ടുകുത്തും എന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. സിറാജ്, ബുംറ, ജയ്സ്വാൾ, ഗിൽ തുടങ്ങിയ എല്ലാ താരങ്ങളും ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്നിരുന്നാലും 3-ാം നമ്പരിൽ ഗില്ലിനു പകരം സഞ്ജു ടീമിൽ എത്തണം എന്നാണ് ആരാധകർ പറയുന്നത്. അവസാന ടെസ്റ്റ് മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി നേടി മിന്നിത്തിളങ്ങിയിരുന്നു. സഞ്ജു കൂടെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവന്നാൽ അത് ഇന്ത്യയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.